നമസ്കാരം. സർക്കാരിന് കോടികൾ കടമുണ്ടെങ്കിൽ എന്താ? കോടികൾ ദൂർത്തടിക്കുന്നത് പിണറായി സർക്കാരിന്റെ ഒരു വിനോദമാണ്. ഇപ്പൊ അതാ പിണറായി സർക്കാരിന്റെ ഏറ്റവും പുതിയ ദൂർത്താണ് വാർത്തകൾ ഇടം നേടുന്നത്. നാണമില്ലല്ലോ സർക്കാരെ ഇങ്ങനെ ജനങ്ങളുടെ നികുതി പണം പൊടിച്ചു കളയാൻ. പിന്നെ ഉളുപ്പില്ലാത്ത സർക്കാർ ഈ കോടികൾ പൊടിച്ചതിന് ഒരു കഴുകൻ കണ്ണുകൂടിയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത വട്ടം കൂടി ഒന്ന് ആഞ്ഞു പിടിക്കണം. അപ്പോ ആരെ കയ്യിലെടുക്കണം? മറ്റാരെയല്ല, ജനങ്ങളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വശത്താക്കണം. അപ്പൊ പിന്നെ എന്നും എപ്പോഴും താൻ കൂടെയുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അപ്പൊ പിന്നെ എന്നും എപ്പോഴും താൻ കൂടെ ഉണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അപ്പൊ പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല, എടുത്തുടുത്തു കളയാമെന്ന് കരുതി. ആരെ എന്നല്ലേ? ജനങ്ങളെ. അങ്ങനെയാണ് ചാറ്റ് വിത്ത് CM എന്ന പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയത്. കാരണം സർക്കാരിന് പൊതുവെ മുഖച്ഛായ നഷ്ടമായിരിക്കുകയാണ് ഈ സമയത്ത്. എന്തെങ്കിലും കാണിച്ച് മുഖം ഒന്ന് തിരിച്ചു പിടിക്കണമല്ലോ. കാരണം അയ്യനെ തൊട്ടു കളിച്ചതിൽ അയ്യൻ പണി കൊടുത്തു. ഇതോടെ മുക്രിയിട്ട് പഠിക്കുകയാണ് സർക്കാർ. എന്തായാലും പിണറായി മറ്റൊരു EK നായനാരും ഉമ്മൻചാണ്ടിയും ഒക്കെ ആകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൊതുപ്രവർത്തനം കൊണ്ടും അവർ ജനങ്ങൾക്കൊപ്പമായിരുന്നു. പക്ഷേ ഇന്നത്തെ കേരള മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രം ലക്ഷ്യം വെച്ചും അധികാരങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ്, അതായത് ജനങ്ങളെ പാട്ടിലാക്കാൻ ഇറങ്ങിയത്. കഴിഞ്ഞ വർഷം കോടികൾ പൊടിച്ചു നടത്തിയ നവകേരള യാത്രയും ആ യാത്രയിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തവരുടെ പരാതി ഇന്നും അനങ്ങാതെ അതേ അവസ്ഥയിൽ തന്നെ കിടപ്പുണ്ട്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ എന്ന സർക്കാരിന്റെ പുതിയ ജനസമ്പർക്ക പരിപാടിയിൽ നടത്തിപ്പിനായി പൊടിച്ചത് ഒന്നും രണ്ടും ഒന്നുമല്ല, 20 കോടിയാണ്. ഈ 20 കോടിയും പാഴായ അവസ്ഥയിലാണ് നിലവിൽ. സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 മാസം മുമ്പ് ഈ പരിപാടി ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ് ഇതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. പൊതുജന പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും മറ്റുമായി 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റിസൺ കാൾ സെന്ററും ഇവിടെ പ്രവർത്തനക്ഷമമാണ്. എന്നാൽ രജിസ്റ്റർ ചെയ്യുന്ന പരാതികൾക്ക് ടോക്കൺ നമ്പർ കിട്ടുന്നതല്ലാതെ യാതൊരു പരിഹാര നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ആരോപണം. 48 മണിക്കൂറിനുള്ളിൽ തുടർ നടപടിയും പരിഹാരവും ഉറപ്പ് എന്നതായിരുന്നു പ്രഖ്യാപനം അല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ ഇരിക്കൂ. പ്രതീക്ഷകളോടെ ഓരോ മണിക്കൂറിലും നൂറുകണക്കിന് ആളുകളാണ് കോൾ സിറ്റിസൺ സെന്ററിലേക്ക് ആവലാതികൾ അറിയിച്ച് കാത്തിരുന്നു നിരാശരാകുന്നത്. CM വിത്ത് മീ പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 മാസം കഴിഞ്ഞു. എന്നിട്ടും പരാതിക്കാരെ 48 മണിക്കൂറിനുള്ളിൽ നോഡൽ ഓഫീസ് തിരിച്ചു വിളിക്കുമെന്നതായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ദിവസങ്ങൾ ആരും വിളിക്കാതെ ആയിരുന്നപ്പോൾ പല പരാതിക്കാരും കാൾ സെന്ററിലേക്ക് തിരിച്ചു വിളിച്ചു. അതായത് ഇന്ന് വിളിക്കും നാളെ വിളിക്കുമെന്ന് നോക്കിയിരുന്നതാണ്. അവിടെ നിന്നും കാര്യമായി മറുപടിയൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പരാതിക്കാർ അറിയുന്നത്. പരാതി ഏതെങ്കിലും വകുപ്പിന് കൈമാറിയോ എന്നാവും മറുപടികളിലേക്ക് ഏറെയും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെയും ഈ പരിപാടിയുടെ പ്രചരണത്തിന് PRD വർക്കിനും 20 കോടി രൂപ സർക്കാർ അനുവദിക്കുകയും ചെയ്തു. ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ഓരോ പരിപാടി നടത്തും കോടികൾ ദൂർത്തടിച്ച് കളയുന്നതിൽ CPM കടുത്ത വിമർശനമുണ്ട്. എന്താവാൻ, സർക്കാർ നന്നാവാൻ വഴിയില്ല. ഇനിയും ദൂർത്ത് തുടർന്നുകൊണ്ടേയിരിക്കും.